കൊച്ചിയിൽ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിലടിച്ചു. ബസിന്റെ ചില്ലടിച്ച് തകർക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സംഭവം ഇടപ്പള്ളിയിലാണ്. ആദ്യം ദൃശ്യങ്ങളിൽ വിവരങ്ങളുമായ ശ്യാംകുമാർ നമ്മോടൊപ്പം ചെയ്തു. ശ്യാം, കൊച്ചിയിൽ ഇത് ആദ്യത്തെ സംഭവമല്ല, അവസാനത്തേതാകാൻ സാധ്യതയുമില്ല. നടു റോഡിൽ പൊതുനിരത്തിൽ കമ്പിയും വടിവാളും ഉപയോഗിച്ചുള്ള ഈ അതിക്രമത്തിന് കാരണമെന്താണ്? സംഭവത്തിൽ പോലീസ് നടപടി ഉണ്ടായിട്ടില്ലേ? വിവരങ്ങൾ. സുഹൈൽ, ഇന്ന് രാവിലെ 10 മണിയോടെയാണ്, 10 മണിക്ക് ശേഷമാണ് ഇടപ്പള്ളി മെട്രോ സ്റ്റേഷന് സമീപത്ത് സ്വകാര്യ ബസ് ജീവനക്കാർ പരസ്പരം ഏറ്റുമുട്ടുകയും ഒരു ബസിന്റെ ചില്ല് അടിച്ചു തകർക്കുകയും ചെയ്യുന്ന സംഭവം ഉണ്ടായത്. സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കമാണ് എന്നാണ് സൂചന. ഏതായാലും ബസ്സിൽ നിറയെ യാത്രക്കാരിയ്ക്കുമ്പോഴാണ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ബസ് ജീവനക്കാർ തെരുവ് ഗുണ്ടകളെ പോലെ പെരുമാറുന്ന സാഹചര്യം ഉണ്ടായത്. പറവൂർ റൂട്ടിലോടുന്ന ബസിന്റെ ചില്ലാണ് നഗരത്തിൽ സർവീസ് നടത്തുന്ന ബസ്സിന്റെ ജീവനക്കാർ തല്ലിപ്പൊളിച്ചത്. ഏതായാലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ എളമക്കര പോലീസ് ബസ് ജീവനക്കാരോട് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കേസെടുക്കുമെന്നുള്ള പതിവ് പല്ലവി മാത്രമാണ് പോലീസും നൽകുന്നത്. ഇത്തരത്തിൽ കൊച്ചി നഗരത്തിൽ സ്വകാര്യ ബസ് ജീവനക്കാർക്കിടയിൽ ഒരു വിഭാഗം ഗുണ്ടകളെ പോലെ അഴിഞ്ഞാടുന്ന കാഴ്ച ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി കൂടി വരികയാണ്. അതിലെ സുഹൈൽ പറഞ്ഞ പോലെ തന്നെ അവസാനമല്ലാത്ത ഒരു സംഭവമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. തുടരെ ഉണ്ടാകുന്ന ബസ് ജീവനക്കാരുടെ അതിക്രമം തടയിടാൻ ഇപ്പോഴും വകുപ്പുകൾക്കോ പോലീസുകാർക്കോ MVDക്കോ സാധിക്കുന്നില്ല എന്നത് ഖേദകരമായ കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ ആളുകൾ ബസ്സിലൊക്കെ ഇരിക്കുമ്പോഴാണ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുള്ള അതിക്രമങ്ങളും അരങ്ങേറുന്നത്.